അദ്ദേഹത്തെ പിന്തുണക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളായ റോമാ സാമ്രാജ്യം അതിന്റെ ദൂതന്മാരെ റബ്ദയിൽ ഒറ്റക്ക് താമസിക്കുന്ന അബൂദർ അൽ ഗിഫാരിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അബൂദർ അൽ ഗിഫാരി, നിങ്ങളോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്തത് എന്തു ശരിയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നൊക്കെ ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യരിൽ 4-മത്തെയോ 5-മത്തെയോ അംഗമാണ് നിങ്ങൾ. അഥവാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെക്കാൾ നിങ്ങൾക്ക് സീനിയോറിറ്റി ഉണ്ട്. മാത്രമല്ല, ഈ മക്കയിൽ കഅബാലയത്തിന്റെ മുന്നിൽ വെച്ച് ചരിത്രത്തിൽ ആദ്യമായി ഞാൻ മുസ്ലിമാണടാ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യനാണ് നിങ്ങൾ. മാത്രമല്ല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വലിയ പരിഗണനയൊക്കെ നൽകിയിരുന്നു. ഇതാ ഉസ്മാൻ അതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നിങ്ങളെ നാടുകടത്താൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ അബൂദർ ഉസ്മാന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്യണം, അയാളുടെ അധികാരം തകർത്തു കളയണം, അധികാരത്തിൽ നിന്ന് ഉസ്മാനെ നിഷ്കാസനം ചെയ്യണം. അതിന് നിങ്ങൾ മുന്നിൽ നിന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ സപ്പോർട്ടുകൾ വേണോ, നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ വേണോ, അത് മുഴുവനും ഞങ്ങൾ ഒരുക്കിത്തരാ, നിങ്ങൾ മുന്നിൽ നിന്ന് തന്നാൽ മതി എന്ന് റോമക്കാരുടെ ദൂതന്മാര് വന്നിട്ട് മഹാനായ അബൂദർ അൽ ഗിഫാരി തങ്ങളോട് പറയുന്നത് ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണാം. ആ സമയത്ത് അബൂദർ അൽ ഗിഫാരി തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് ലോകത്തിനൊക്കെയും പാഠമാണ്, നമുക്കൊക്കെയും പാഠമാണ്. മഹാനായ അബൂദർ അൽ ഗിഫാരി തങ്ങൾ പറഞ്ഞു, ലൗ അന്ന ഉസ്മാന സലബനി അലാ ഖശബ ലസമിഅതു വഅതഅതു വഹ്തസബതു. ഞാനും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് ശരി, പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്റെ ലീഡറാണ്, എന്റെ നേതാവാണ്, എന്റെ നായകനാണ്. എന്റെ നായകനായ ഉസ്മാൻ, ലൗ അന്ന ഉസ്മാന സലബനി അലാ ഖശബ, ഒരു മരക്കുരിശ് കൊണ്ടുവന്നിട്ട് എന്നെ പച്ചക്കതിൽ തറച്ചു കൊല്ലുകയാണെങ്കിൽ പോലും ഒരു അനുയായി എന്ന നിലക്ക് ലസമിഅതു, ഞാനത് കേൾക്കൂ, വഅതഅതു, ഞാനത് അനുസരിക്കൂ, വഹ്തസബതു, ഞാൻ ക്ഷമയോടെ അത് ഉൾക്കൊള്ളുമെന്ന് സയ്യിദുനാ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഒരു നേതൃത്വത്തോട്, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നവരോട് നമ്മൾ ഏതു വിധത്തിലുള്ള ശൈലിയാണ് സ്വീകരിക്കേണ്ടതെന്ന്, നമ്മൾ ഏതു വിധത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് വളരെ മനോഹരമായി ഉമ്മത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഓരോ കാലഘട്ടത്തിലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നേതൃത്വം മുന്നിലുണ്ടായാൽ നമ്മുടെ ലീഖിലും സായത്തിലും ഉസ്റിലും യുസ്റിലും നമ്മൾ ആ നേതൃത്വത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥരാവണം. അപ്പോഴാണ് നേതാവും അനുയായിയുമായി മാറുന്നത്. നമുക്കിഷ്ടമുള്ളതൊക്കെ നേതൃത്വത്തെ നമ്മൾ ഉൾക്കൊള്ളും. അല്ല, നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി, നമ്മുടെ ചിന്തകൾക്ക് വിരുദ്ധമായി, നമ്മുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി, നമ്മൾ വിചാരിച്ചു വെച്ചതിനപ്പുറത്ത് നമ്മുടെ നേതൃത്വം ഒരു കാര്യം തീരുമാനിക്കുകയാണ് എങ്കിൽ അത് നമ്മൾ സ്വീകരിക്കില്ല, ഉൾക്കൊള്ളില്ല എന്നുള്ള കാഴ്ചപ്പാട് ഒരു യഥാർത്ഥ മുസ്ലിമിന് പോലും, ഒരു യഥാർത്ഥ സുന്നിക്ക് മാത്രമല്ല, ഒരു യഥാർത്ഥ സമസ്തക്കാരന് മാത്രമല്ല, ഒരു യഥാർത്ഥ മുസ്ലിമിന് ഭൂഷണമല്ലാത്ത ഒരു ശൈലിയാണ് നേതൃത്വത്തെ ഉൾക്കൊള്ളാതിരിക്കുക എന്നത്. നേതൃത്വം പറയുന്നത് ഉൾക്കൊള്ളാതിരിക്കുക എന്നത് ഏറ്റവും സ്വർഗത്തിലേക്ക് പോകുന്ന നിബന്ധനകൾ വെച്ചയിടത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കൃത്യമായ ഹദീസ് വ്യാപകമായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. സല്ലൂ ഖംസക്കും സുമൂ ശുഹ്റക്കും വഅദൂ സകാത അംവാലിക്കും വഅതൂ മറാക്കും തദ്ഖുലൂ ജന്നത റബ്ബിക്കും. നേതൃത്വത്തെ ഉൾക്കൊള്ളുക, നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സകാത്ത് കൊടുക്കുക, പിന്നെ പറഞ്ഞ് നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക, എങ്കിൽ തദ്ഖുലൂ ജന്നത റബ്ബിക്കും, നിങ്ങൾക്ക് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ പണ്ഡിതന്മാരാണ്, പണ്ഡിത വിദ്യാർത്ഥികളാണ്. കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തവുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ,
ഓരോ കാലഘട്ടത്തിൽ, ഏതു കാലഘട്ടത്തിൽ ആര് നമ്മളെ നയിച്ചാലും, പ്രത്യേകിച്ച് കേരളക്കരയിലെ മുസ്ലിം മുഖ്യധാരയുടെ ചുരുക്കപ്പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ നേതൃത്വം എന്തു പറയുന്നു അതനുസരിച്ചാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മഹാഭൂരിപക്ഷം നീങ്ങിയത്. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയിട്ടല്ല. 1965 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യമായി തബ്ലീഗ് ജമാഅത്തിനെതിരെ ഒരു തീരുമാനം കൊണ്ടുവരുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് തബ്ലീഗ് കേരളത്തിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങുന്ന കാലഘട്ടമാണ്. ആ പിച്ച വെച്ച് തുടങ്ങുന്ന കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിനെതിരെ ഒരു തീരുമാനം കൊണ്ടുവരുന്നു. തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ കക്ഷിയാണെന്ന് സമസ്ത പ്രഖ്യാപിക്കുന്നു. കേരളക്കരയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും അത് അംഗീകരിച്ച് ഉൾക്കൊണ്ടു. നമ്മുടെ മഹല്ലുകളിലേക്ക് ഇന്ന് തബ്ലീഗുകാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മഹല്ലുകളിൽ അവരെ ഉൾക്കൊള്ളുകയില്ല, അവരെ നമ്മുടെ മഹല്ലുകൾ സ്വീകരിക്കില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിരിക്കുന്നു തബ്ലീഗ് ബിദ്അത്തിന്റെ കക്ഷിയാണ് എന്ന്. എന്താണ് തബ്ലീഗിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷത്തിനും പ്രശ്നം എന്താണെന്നറിയില്ല. നമ്മുടെ കൂട്ടത്തിലെ മഹാഭൂരിപക്ഷത്തിനും തബ്ലീഗിന്റെ പ്രശ്നം അറിയില്ല. മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് ബിദ്അത്തിന്റെ കക്ഷിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു മാനദണ്ഡമാണ് എക്കാലത്തും നമ്മുടെ മുമ്പിലുണ്ടായിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ ത്വരീഖത്തുകൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. കുരൂര്, ചോറ്റൂര്, നൂരിഷ, ആലുവ, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ പല പല ത്വരീഖത്തുകൾ വ്യത്യസ്തങ്ങളായ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ ത്വരീഖത്തുകളെ കുറിച്ചൊക്കെ പലപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ എന്താണ് അതിന്റെ ശരിതെറ്റുകളെന്ന് ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ, പോട്ടെ അത്യാവശ്യം വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന ഒരു ഉസ്താദിനോട് ചോദിച്ചാൽ പോലും ഷാർപ്പായിട്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്കൊന്നറിയാം, കേരളക്കരയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും എന്താണ് ഈ ത്വരീഖത്തുകളുടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയാണ് പറയാനുണ്ടാകുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ, അതിന്റെ കേന്ദ്ര നേതൃത്വം ഈ ത്വരീഖത്തുകൾ തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ത്വരീഖത്തുകളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മൾ തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള കക്ഷികളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുള്ള ബിദ്അത്തിന്റെ കക്ഷികളെ ഈ ഒരു മാനദണ്ഡത്തിന്റെ പേരിലാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളതും കണ്ടറിഞ്ഞിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും. ഈ ഒരു നിലപാട് എക്കാലത്തും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നത്, ഈ നേതൃത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്നത്, അതിനോട് അദബ് പാലിക്കുക എന്നത് നമ്മുടെ നേതൃത്വം പറയുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം പറയുക. നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ അവരെ ഓവർടേക്ക് ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നത് ഒരിക്കലും ഒരു അച്ചടക്കമുള്ള ഒരു നേതൃത്വത്തെ, ഒരു അനുയായി വൃന്ദത്തിന് പ്രത്യേകിച്ച് നമുക്ക് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല.